ദ ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശരിക്കും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. ഈയിടെ നടി സാമന്ത റൂത്ത് പ്രഭുവിന്റെ ഒരു ഹെൽത്ത് സപ്ലിമെന്റ് പ്രൊമോഷനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതായത് ഈ സെലിബ്രിറ്റികൾ ആരോഗ്യ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തുമാത്രം ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ശരിക്കും അറിഞ്ഞുകൊണ്ട് ഒരു തീരുമാനമെടുക്കേണ്ടത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായും ഈ സാമന്തയുടെ കേസ് ഇതിനൊരു എന്താ പറയുക, നല്ല ഉദാഹരണം തന്നെയാണ്. അവർ നിക്കോട്ടിനാമൈഡ് മോണോന്യൂക്ലിയോടൈഡ്, നമ്മൾ NMN എന്ന് ചുരുക്കി പറയും, ആ സപ്ലിമെൻ്റാണ് പ്രൊമോട്ട് ചെയ്തത്. എന്താണതിൻ്റെ ഗുണമെന്ന് പറഞ്ഞത്? പ്രായമാകുമ്പോൾ കുറയുന്ന എനർജി, ശ്രദ്ധ, ഇതൊക്കെ കൂട്ടും. പിന്നെ ശരീരത്തിൽ NAD+ എന്നൊരു സാധനമുണ്ട്, അതിൻ്റെ അളവ് കുറയുന്നത് തടയും എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ NAD+ എന്ന് പറയുന്നത് നമ്മുടെ ഊർജത്തിനും കോശങ്ങളുടെ ആരോഗ്യത്തിനുമൊക്കെ ശരിക്കും അത്യാവശ്യമുള്ള ഒന്നാണ്. പ്രായം കൂടുമ്പോൾ അത് കുറയും, സ്വാഭാവികമാണ്. പിന്നെ സാമന്ത തന്നെ ഈ ഗത്താക്ക എന്ന ബ്രാൻഡിൻ്റെ ഒരു സഹസ്ഥാപക കൂടിയാണ്, അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ ദി ലിവർ ഡോഗ് എന്നറിയപ്പെടുന്ന ഡോക്ടർ സൈറസ് ആബി ഫിലിപ്സ്, അദ്ദേഹം ഇതിനെതിരെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ വന്നല്ലോ. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കുറച്ചു കടന്നുപോയോ, ശാസ്ത്രീയ വിവരമില്ല എന്നൊക്കെ വിളിച്ചത്, അതൊരു പേഴ്സണൽ അറ്റാക്ക് പോലെ തോന്നിയില്ലേ? ശരിയാണ്, വിമർശനം അത് കുറച്ച് കടുത്ത ഭാഷയിലായിരുന്നു എന്നത് അത് ശരിയാണ്. ഡോക്ടർ ഫിലിപ്പ് സാമന്തയെ അങ്ങനെ പറയുകയും ചെയ്തു. ഈ പ്രൊമോഷനെ ഒരു തട്ടിപ്പെന്നും അദ്ദേഹം വിളിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന വാദം എന്താന്ന് വെച്ചാൽ, വലിയ വിലയുള്ള പക്ഷേ ശരിക്കും ഫലമൊന്നുമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു, തെറ്റായ വിവരങ്ങൾ കൊടുക്കുന്നു, ആരാധകരെ പറ്റിക്കുന്നു. ഇതൊക്കെയാണ്. ഒരുപക്ഷെ ആ ഭാഷ കുറച്ച് രൂക്ഷമായി പോയി എന്ന് പറയാം. എന്നാലും അദ്ദേഹം പറഞ്ഞ വിഷയം അത് ഗൗരവമുള്ളതാണ്. അപ്പോ ഈ NMN പോലുള്ള സപ്ലിമെന്റുകൾക്ക് ശരിക്കും ഒരു അടിസ്ഥാനവുമില്ല എന്നാണോ ഡോക്ടർ പറയുന്നത്? പകരം എന്താണ് അദ്ദേഹം ചെയ്യാൻ പറയുന്നത്? ഡോക്ടർ ഫിലിപ്സിന്റെ അഭിപ്രായത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ശാസ്ത്രീയമായിട്ട് തെളിവുള്ള കാര്യങ്ങളിലാണ്. നല്ല ഭക്ഷണം കഴിക്കുക, കൃത്യമായി വ്യായാമം ചെയ്യുക, ആവശ്യത്തിന് ഉറങ്ങുക, പിന്നെ മദ്യം, പുകവലി ഇതൊക്കെ ഒഴിവാക്കുക, വാക്സിനുകളൊക്കെ കൃത്യമായി എടുക്കുക. ഈ NMN പോലുള്ളവയ്ക്ക് അതിനാവശ്യത്തിന് ശാസ്ത്രീയ തെളിവില്ല. അതായത് മനുഷ്യരിൽ ഇത് സേഫാണോ എഫക്റ്റീവാണോ എന്നൊക്കെ അറിയാനുള്ള ഫേസ് ടു സ്റ്റഡീസ് അതുപോലും ശരിക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കാര്യമായൊരു സയന്റിഫിക് ബേസ് ഇതിനില്ല. ഈ വിമർശനങ്ങളൊക്കെ വന്നപ്പോൾ സാമന്തയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ? അവർ ഈ ഉൽപ്പന്നത്തെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ? നേരിട്ടൊരു മറുപടി കൊടുത്തതായി കണ്ടില്ല. പക്ഷേ അവര് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞത്, തനിക്ക് ഉൽപ്പന്നത്തിൽ വിശ്വാസമുണ്ട്, അതിൻ്റെ ഫലം അത് സ്വയം സംസാരിക്കും എന്നൊക്കെയാണ്. പിന്നെ ഈ പ്രോഡക്റ്റിൽ ഹെവി മെറ്റൽസ് പോലത്തെ അപകടകാരികളായ സാധനങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കാൻ തേർഡ് പാർട്ടി ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് കമ്പനി അല്ലാതെ പുറത്തുള്ളൊരു ലാബ് പരിശോധിച്ച് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്ന്. അതൊരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയാണല്ലോ സാധാരണ ചെയ്യാറ്. ഡോക്ടർ ഫിലിപ്സ് പൊതുവായിട്ട് ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് എന്താണ്? അദ്ദേഹം പറയുന്നത് ഇത്തരം തട്ടിപ്പ് വീരന്മാരെയും വീരവനിതകളെയും സൂക്ഷിക്കണമെന്നാണ്. എന്തെങ്കിലും വാങ്ങുന്നതിന് മുൻപ് കാര്യങ്ങൾ അത് ശരിക്കും മനസ്സിലാക്കണം, ശാസ്ത്രം നോക്കണം, തെളിവുകൾ നോക്കണം, എന്നിട്ട് തീരുമാനിക്കണം. യഥാർത്ഥ ആരോഗ്യ വിദഗ്ധർ, ഡോക്ടർമാർ പറയുന്നത് കേൾക്കാനാണ് അദ്ദേഹം പറയുന്നത്. ഓർക്കണം, മുൻപും സാമന്ത ഹൈഡ്രജൻ പെറോക്സൈഡ് നെബുലൈസേഷനൊക്കെ പ്രൊമോട്ട് ചെയ്തപ്പോഴും ഡോക്ടർ വിമർശിച്ചിരുന്നു. ഇവിടെയാണ് ശരിക്കും ഈ സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റുകളുടെ ഒരു അപകടം വരുന്നത്, അല്ലേ? നമ്മൾ ഈ താരങ്ങളെ സ്ക്രീനിലൊക്കെ കാണുമ്പോൾ ഒരു അടുപ്പം തോന്നും, ഒരു സുഹൃത്ത് പറയുന്ന പോലെ. അപ്പൊ പിന്നെ അവര് പറയുന്നത് വിശ്വസിക്കാൻ ഒരു തോന്നൽ വരും. അതെ, അതിനൊരു പേരുണ്ട്, പാരാസോഷ്യൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ഓർക്കണം, പ്രശസ്തിയും കഴിവും ഒന്നല്ല. ഒരാൾക്ക് നല്ല ആകർഷണീയത ഉണ്ടെന്ന് വെച്ച് അവർക്ക് യോഗ്യതയുണ്ടാവണമെന്നില്ല. ആ വിഷയത്തിൽ സംസാരിക്കാൻ അവർക്ക് യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ ആ എമിലിയുടെ കാര്യം നോക്കൂ. ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞിട്ട് ഒരു ഡീടോക്സ് ചായ കുടിച്ചു, അവസാനം ഗുരുതരമായ പ്രശ്നങ്ങളായി. അതിൽ സെന്ന എന്നൊരു സാധനമുണ്ടായിരുന്നു. അത് കാരണം ഇലക്ട്രോലൈറ്റ് ബാലൻസ് തെറ്റി, ഹൃദയത്തിന്റെ താളം വരെ തെറ്റി. അയ്യോ, അത് ശരിക്കും പേടിപ്പിക്കുന്ന കാര്യമാണല്ലോ. ഈ മൈക്കിൾ, സ്റ്റീവ് ബെക്ലർ എന്നൊക്കെ പറയുന്നവരുടെ അനുഭവങ്ങളും ഇതുപോലെ വളരെ സീരിയസ് അല്ലേ? വെറുതെ ഒരു ആകർഷണം കണ്ട് വാങ്ങുന്ന സാധനങ്ങള് ചിലപ്പം ജീവന് തന്നെ പ്രശ്നമാകാം എന്ന് പറയുന്നത്, അത് ഭയങ്കരമാണ്. തീർച്ചയായും. മൈക്കിൾ എന്നൊരാൾ ഒരു നടൻ പ്രൊമോട്ട് ചെയ്ത NAD+ ബൂസ്റ്റർ കഴിച്ചിട്ട് ലിവർ ഫെയിലിയറായി മരിച്ചുപോയി. സ്റ്റീവ് ബെക്ലർ ഒരു ബേസ്ബോൾ പ്ലെയർ ആയിരുന്നു. അദ്ദേഹം എഫിഡ്ര എന്നൊരു സ്റ്റിമുലന്റ് അടങ്ങിയ സപ്ലിമെന്റ് ഉപയോഗിച്ചു. ഹീറ്റ് സ്ട്രോക്ക് വന്നു മരിച്ചു.
അപ്പോൾ ഇതിനൊക്കെ പ്രതിവിധി എന്ന് പറയുന്നത് അത് ശാസ്ത്രീയമായ സമീപനം തന്നെയാണ്. അതായത് ഈ തിളങ്ങുന്ന വാഗ്ദാനങ്ങളുടെ പിന്നാലെ പോകാതെ ബേസിക് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. നല്ല ഭക്ഷണം, വ്യായാമം, ഉറക്കം, ലഹരി ഒഴിവാക്കൽ. ഇതിനൊന്നും ചിലപ്പോൾ വലിയ ഗ്ലാമർ കാണില്ല, പക്ഷേ ഇതിനാണ് ഫലമെന്ന് ശാസ്ത്രം പറയുന്നത്. തീർച്ചയായും പലപ്പോഴും ഈ ഇൻഫ്ലുവൻസർമാരൊക്കെ ഒരു നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കാം ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഫലം അത് അപകടകരമാകാം. അപ്പോൾ ഉത്തരവാദിത്തം ശരിക്കും ഉപഭോക്താക്കളായ നമുക്കാണ്. വാങ്ങുന്നതിന് മുമ്പ് ചോദിക്കണം, തെളിവുണ്ടോ? നമ്മൾ സ്വയം ഒന്ന് അന്വേഷിക്കണം. യോഗ്യരായ ഡോക്ടർമാരോട് ചോദിക്കണം. അപ്പോ ഇന്നത്തെ ഈ വിശകലനം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചിന്ത ബാക്കിയാവുന്നുണ്ട്. ഈ ഡിജിറ്റൽ ലോകത്ത് ആര് എന്തു പറഞ്ഞാലും, അത് സെലിബ്രിറ്റിയോ ഇൻഫ്ലുവൻസറോ ആവട്ടെ, ആരോഗ്യകാര്യങ്ങളായാലും മറ്റെന്ന് തന്നെയായാലും, അത് കണ്ണടച്ച് വിശ്വസിക്കാതെ ഒന്ന് ചോദ്യം ചെയ്യാനും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാനും നമുക്ക് കഴിയേണ്ടത് അത് എത്രത്തോളം അത്യാവശ്യമാണല്ലേ? തീർച്ചയായും. നിങ്ങളുടെ ചിന്തകളും അല്ലെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും പ്രചോദനമായേക്കാവുള്ള കഥകളുമൊക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ദി ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ് @gmail.com എന്ന വിലാസത്തിൽ അറിയിക്കാവുന്നതാണ്. അടുത്ത തവണ കാണാം.